ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ കയറി പറ്റിയിട്ട് ശ്യാമയ്ക്ക് വന്ന ആ ഇൻവിറ്റ് ലെറ്റർ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ജയേഷ്. അമൃത ഹാളിൽ നിന്ന് പോയ സമയം കിച്ചണിലും ഇതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധര കിച്ചണിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ മറഞ്ഞു നിൽക്കുകയാണ് ജയേഷ്. അങ്ങനെ ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ ആനന്ദ നിലയത്തിൽ അകത്ത് കയറി പറ്റിയിരിക്കുകയാണ് ജയേഷ്. ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് ആ ലെറ്റർ ജയേഷ് എടുക്കാൻ തുടങ്ങുന്നു. അവിടെ അമൃത വരുന്നുണ്ട്. പെട്ടെന്ന് മറഞ്ഞു നിൽക്കുകയാണ് ജയേഷ്. എന്നിട്ട് അമൃത ആ ജ്യൂസ് ഗ്ലാസുമായി പോകുന്നു. അങ്ങനെ ജയേഷ് ആ ലെറ്ററുമായി അവിടെ നിന്ന് പോവുകയാണ്. പുറത്തിറങ്ങിയ ശേഷം ആ ലെറ്റർ വായിച്ചു നോക്കുകയാണ് ജയേഷ്. ഞാൻ അയച്ച ആൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്റർ ശ്യാമയുടെ കയ്യിലുണ്ട്. ശ്യാമ അവിടേക്ക് വരും, ഞാൻ ഒരുക്കിയ കെണിയിലേക്ക്. ശ്യാമയുടെ അവസാന യാത്ര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ജയേഷ്. പിന്നീട് കാണിക്കുന്നത് സുരഭിയും ഐശ്വര്യയും പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. കയ്യിൽ 10ന്റെ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനോ മേക്കപ്പിനോ ഒരു കുറവും സംഭവിക്കരുത്. പുറത്ത് ആളുകൾ കണ്ടാൽ ഒരു കുറവും പറയരുത്, അല്ലേ മോളെ എന്നൊക്കെ സുരഭി. സഹിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ഐശ്വര്യയും പറയുന്നു. നമ്മുടെ എല്ലാ കഷ്ടതകളും മാറും മോളെ, നീ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് സുരഭി ഐശ്വര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, എന്നാ പുറപ്പെടാം മോളെ. അല്ല, എവിടേക്കാണ് പോകുന്നതെന്ന് മമ്മി ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, പ്രത്യേകിച്ച് എങ്ങും പോവാനില്ല, വെറുതെ ഒന്ന് ചുറ്റിയടിച്ചു വരാം, വെറുതെ 10 പേര് കാണട്ടെ, അല്ലാണ്ട് എന്തുവാ, പോകാമെന്ന് ഐശ്വര്യം. അങ്ങനെ അവർ പോകാൻ നേരത്താണ് മായ അവിടേക്ക് വരുന്നത്. വീട് തേടി പിടിച്ച് മായ ആ വീട്ടിലെത്തിയിരിക്കുന്നു. മായയെ കണ്ട സന്തോഷത്തിലാണ് ഐശ്വര്യ. മായെങ്കിലും ഞങ്ങളെ തിരക്കി എത്തിയല്ലോ, സന്തോഷമായി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു, എന്തു വന്നാലും എനിക്ക് ഐശ്വര്യ മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ, മായയാണ് എൻ്റെ ശരിക്കുമുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യ മായയെ കെട്ടിപ്പിടിക്കുന്നു. മോൾ എപ്പോഴും മായയുടെ കാര്യമാ പറയുന്നത്, എന്തിനും ഏതിനും ഒപ്പമുണ്ടെന്ന്. മുന്നേ എന്തിനും ഏതിനും ഒപ്പമുണ്ടാവുമെന്ന് വാക്ക് കൊടുത്തതല്ലേ മായ എന്നും സുരഭി പറഞ്ഞപ്പോൾ മായ പറയുന്നു, ശരിയാണ്, ഞാൻ ഐശ്വര്യയുടെ താമസ സ്ഥലം ഒന്ന് കാണാൻ വന്നതാ. എന്തായാലും ഇങ്ങനെ ഒരു വീട്, ഈ ഒരു സെറ്റപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐശ്വര്യയും അമ്മയും പോലെയുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ലൊരു വീട്ടിലാണ് നിങ്ങൾ കഴിയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു ലോക്കൽ സെറ്റപ്പ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വിലയും നിലയും നോക്കണ്ടേ ഐശ്വര്യ എന്ന് മായ പറഞ്ഞപ്പോൾ മായ വന്നേ അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് ഐശ്വര്യ അകത്തേക്ക് വിളിക്കുന്നു. അയ്യോ വേണ്ട, ഇവിടെ നിന്ന് കണ്ടപ്പോഴേ തൃപ്തിയായി, ഇനിയിപ്പോൾ ആ കുടിസ് റൂമിൽ കൂടി കയറിയാൽ ശരിയാവില്ല. ആക്ച്വലി എന്താണ് ഐശ്വര്യയ്ക്കും അമ്മയ്ക്കും പറ്റിയത്, ഫിനാൻഷ്യലി അത്രയ്ക്ക് പ്രോബ്ലം ആണോ എന്ന് മായ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് ഒരാൾ എത്തി. അയ്യോ ഇയാളോ, ആകെ പ്രശ്നമാവുമല്ലോ ഈശ്വര. പെട്ടെന്ന് തന്നെ എന്നൊക്കെ സുരഭി മനസ്സിലോർക്കുന്നു. അയാൾ അവിടേക്ക് വരുന്നുണ്ട്. ദേഷ്യത്തിലാണ് അയാൾ. ദേഷ്യത്തോടെ സുരഭിയെ നോക്കുന്നു. മമ്മി ആരാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. എന്തായാലും ഇന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയത് ഭാഗ്യമെന്ന് അയാൾ പറയുന്നു. അതെ എന്നൊക്കെ പറഞ്ഞ് സുരഭി അയാളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. ഒന്നും പറയില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല, തിരികെ വന്നാൽ ഇവിടെ കാണില്ല, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? അത് ഞാൻ മോളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയതാണെന്ന് സുരഭി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എന്ന് കരുതി ഫോൺ വിളിച്ച് എടുത്തൂടെ? എന്താ മമ്മി ഇയാൾ നിങ്ങളെ ഷൗട്ട് ചെയ്യുന്നത്, എന്താ ഇയാൾക്ക് ഇവിടെ കാര്യമെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തിനാ എൻ്റെ മമ്മിയോട് ബഹളം വെക്കുന്നത്? ഇത് വീട് ഏതാണെന്നറിയോ? മാന്യമായിട്ടുള്ള 2 സ്ത്രീകൾ താമസിക്കുന്ന വീടാണ്. ഞാൻ മിസ് കേരളയാണ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എന്ത് കേരളയാലും ഇനി ഇവിടെ പറ്റില്ല, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ഐശ്വര്യ. മോളെ മിണ്ടാതിരിക്കുന്ന സുരഭിയും പറയുന്നു. മമ്മി ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ, നമ്മുടെ വീട്ടിൽ ഇയാൾ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാ, പോലീസിനെ വിളിക്കും മമ്മി. ഇത് കേട്ട് അയാൾ പറയുന്നു, പോലീസിനെ വിളിച്ചാൽ എനിക്ക് നല്ലതാണ്, കിട്ടാനുള്ള വാടക പോലീസ് വാങ്ങിച്ചു തരും. എന്ത് വാടക എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, ഇത് എൻ്റെ വീടാ, നിങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ കഴിയുന്നത്, 6 മാസത്തെ വാടകയാ കുടിശ്ശിക, ഇനിയും ഞാൻ ക്ഷമിക്കില്ല. ഇപ്പോൾ എനിക്ക് വാടക കിട്ടണം, ഇല്ലെങ്കിൽ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. മോൾ അറിയാതെ പറഞ്ഞു പോരാ, ക്ഷമിക്കണമെന്ന് സുരഭി പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട, വാടക എടുക്ക് എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു. സാറേ ഞാൻ കാല് പിടിക്കാൻ, വാടക നാളെ അല്ല മറ്റന്നാൾ ഉറപ്പായിട്ടും തരാമെന്ന് സുരഭി പറയുന്നു. ഇത് ഇവർ വെറുതെ പറയുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇല്ല, ഉറപ്പായിട്ടും മറ്റന്നാൾ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്, 2 മാസത്തെ അഡ്വാൻസും തരാം എന്നൊക്കെ സുരഭി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഉറപ്പാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ക്യാഷ് തന്നിരിക്കും എന്ന് സുരഭി പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, വാടക തന്നില്ലെങ്കിൽ ഞാൻ 2 പേരെയും അടിച്ചു പുറത്താക്കും, ഓർത്തോ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് മായ അവിടെ നിന്ന് എസ്കേപ്പായി പോവാൻ തുടങ്ങിയപ്പോൾ മായെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മായയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തുകയാണ് ഐശ്വര്യ. ഞാൻ വിളിക്കാൻ ഐശ്വര്യ, ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് മായ പോകാൻ തുടങ്ങുന്നു. മായെ ഒരു കാര്യം ചോദിച്ചാൽ ഒന്നും വിചാരിക്കരുത് എന്ന് ഐശ്വര്യ പറയുന്നു. എന്താ, വേഗം ചോദിച്ചോളൂ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ടെന്ന് മായ. അല്ല മായെ, അത്യാവശ്യമായി ഒരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കാമോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു.
5 ലക്ഷമോ എന്ന് എന്ന് മായ പറഞ്ഞപ്പോൾ അക്കൗണ്ടിൽ ഒരു നയാ പൈസ ഇല്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ, ഉടനെ തിരിച്ചു തരാമെന്ന് മായ പറഞ്ഞപ്പോൾ എങ്ങനെയെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ ചോദിക്കുകയാണ് എങ്ങനെയാണെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും മാനദ നിലയത്തിൽ തിരിച്ചു കയറും, അതിന് ചില പ്ലാൻസ് ഒക്കെ ഉണ്ട് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും മായ, ഇപ്പോൾ ഒന്ന് സഹായിക്കേ. എന്നാൽ മായ പറയുന്നു ഐശ്വര്യ 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പോൾ ഒട്ടും പറ്റില്ല, ഞാൻ നല്ല ടൈറ്റിലാണ്, ഒരു 10 ലക്ഷം രൂപയുടെ ഗോൾഡ് എടുത്തായിരുന്നു. സാരമില്ല, അത് തന്നാലും മതി, പണയം വെക്കാലോ, താമസിയാതെ തിരിച്ചെടുത്ത് തന്നേക്കാം. അത് ശരിയാവില്ല ഐശ്വര്യ, അത് പറ്റില്ല എന്ന് മായ പറയുന്നുണ്ട്. ഞാനന്ന് ഇറങ്ങട്ടെ, 1-2 ആളുകളെ അത്യാവശ്യമായി കാണാനുണ്ട്, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് മായ അവിടെ നിന്ന് പോയി. കണ്ടോ മോളെ, നമുക്കൊരു ആപത്ത് വന്നപ്പോൾ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും അടയും ചക്കരയും പോലെ ഇരുന്നേയല്ലേ, ഇതാണ് മനുഷ്യരുടെ അവസ്ഥ എന്നൊക്കെ സുരഭി പറയുന്നു. ഇതേസമയം ശ്യാമയെ താഴേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ് അഖിൽ. സൂക്ഷിച്ച് എന്നൊക്കെ പറയുന്നു. സാരമില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ശ്യാമ പറയുന്നു. ശരിയാണ്, പക്ഷേ വയറ്റിന് എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് ശ്യാമ പറഞ്ഞില്ലേ, അതാ എൻ്റെ പേടിയെന്ന് അഖി പറയുന്നു. എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ശ്യാമ പറയുന്നു. എന്നാലും ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തണമെന്ന് അഖി പറയുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട സാർ എന്ന് ശ്യാമ വീണ്ടും പറയുകയാണ്. അവിടേക്ക് ജ്യൂസുമായി വസുന്ധര വന്നു. മോളൊന്നും പറയണ്ട, മോൾക്ക് 4-ാം മാസമാണ്, അല്ലെങ്കിൽ തന്നെ ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ വേണം, ആദ്യം ഇത് കുടിക്കുക, ക്ഷീണം മാറട്ടെ എന്ന് പറഞ്ഞ ജ്യൂസ് ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് വസുന്ധര. മുഴുവൻ കുടിക്കാതെ പറ്റില്ല എന്ന് വസുന്ധര പറയുന്നു. ശ്യാമ അതെല്ലാം കുടിക്കുന്നുണ്ട്. അപ്പോൾ വസുന്ധരയ്ക്ക് ഒരു കോള് വന്നു. വിളിക്കുന്നത് ഐശ്വര്യയാണ്. ഇനിയും ഇങ്ങനെ വിളിക്കാൻ നാണമില്ലേ അവൾക്ക്, അവളുടെ ഒരു കോള് എന്ന് പറഞ്ഞ് വസുന്ധര കോള് കട്ടാക്കി. വീണ്ടും ഐശ്വര്യ വിളിച്ചു. അവൾ വീണ്ടും വിളിക്കാണ്. ശല്യമായല്ലോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചാലോ, ഓഫീസിൽ നിന്ന് ആരെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചാലോ, എന്ത് ചെയ്യാനാണെന്നൊക്കെ വസുന്ധര ഓർക്കുന്നു. പിന്നെയും ഐശ്വര്യ വിളിക്കുന്നു. അമ്മേ, ആ ഫോണിങ് തന്നെ, അവളുടെ സൂക്കേട് എന്താണെന്ന് അറിയണമല്ലോ എന്ന് അഖി പറയുന്നു. സാർ ഒന്നും വേണ്ട എന്ന് ശ്യാമയും പറയുന്നു. പിന്നെയും ഐശ്വര്യ വിളിച്ചു. അല്ല, അത് പറ്റില്ല, ഇത്രയും കാട്ടിയിട്ട് എന്തിനാ വീണ്ടും ശല്യം ചെയ്യുന്നത്, എന്തിനാണെന്ന് അറിയണമല്ലോ എന്ന് അഖി വീണ്ടും പറയുന്നുണ്ട്. അമ്മ, ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞിട്ട് അഖിൽ തന്നെ ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഐശ്വര്യ വളരെ പ്രതീക്ഷയോടെ പറയുന്നു. അമ്മേ, അമ്മ ഐശ്വര്യ, എൻ്റെ പൊന്നമ്മേ, എല്ലാത്തിനും മാപ്പ്, എന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം, എൻ്റെ പുന്നാര അമ്മയല്ലേ പ്ലീസ്. എന്നാൽ അഖി പറയുന്നു, ഇത് അമ്മയല്ല, ഞാനാണ് അഖി. അഖിയാണോ, എൻ്റെ അനുജൻ അഖിയാണോ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിനയം ഇനി വേണ്ടെന്ന് അഖിൽ. എൻ്റെ പൊന്നഖി എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ഐശ്വര്യ. ഇനി എൻ്റെ അമ്മയുടെ ഫോണിലോ ഇവിടെയുള്ള മറ്റാരുടെങ്കിലും ഫോണിലോ വിളിച്ച് ശല്യപ്പെടുത്തരുത്, അത് പറയാനാണ് ഞാനിപ്പോൾ കോൾ എടുത്തത് എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു. അഖി അങ്ങനെ പറയരുത്, ഞാൻ നിന്റെ ഏട്ടത്തിയല്ലേ. ആയിരുന്നു, ഇപ്പോൾ ആ ബന്ധങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾ ശ്യാമയുമായിട്ട് ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ വെറുതെ കൂപ്പി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്, എങ്കിൽ എൻ്റെ വിധം മാറും, പറഞ്ഞേക്കാമെന്ന് അഖി എൻ്റെ പൊന്നഖിയല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടലേ എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു. ഞാൻ അവസാനമായി പറയാൻ, ഇവിടെ ആർക്കും ഫോൺ ചെയ്യരുത്, മനസ്സിലായില്ലേ, വിളിക്കരുത്, ഉറപ്പായിട്ടും വിളിക്കരുത്, പ്രശ്നമാവും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ അഖിൽ ഫോൺ വെച്ചു. ഇനിയും അവരെ അമ്മയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്താൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് അഖിൽ വസുന്ധരയോട് പറയുന്നു. ശരിയമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ശ്യാമയും അഖിയും പോകുന്നുണ്ട്. ഈ സമയം ഐശ്വര്യ മേക്കപ്പൊക്കെ ഇടുകയാണ്. അവിടേക്ക് 2-3 പേര് വന്നു. അയാളിങ്ങനെ ഐശ്വര്യ നോക്കുകയാണ്. പേടിച്ച് ഐശ്വര്യ എണീറ്റ് നിൽക്കുന്നു. ആരാ, നിങ്ങളൊക്കെ ആരാ, എന്താ ഇവിടെ കാര്യമെന്ന് ഐശ്വര്യ അവരോട് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞതെന്ന് വീണ്ടും ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, പോലീസിനെ വിളിക്കേ, എല്ലാത്തിനും ഇപ്പോൾ തന്നെ പരിഹാരമാവുമല്ലോ, വിളിക്കേ. ആവശ്യമില്ലാത്ത വർത്തമാനം ഒന്നും വേണ്ട, എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ, പുറത്തിറങ്ങാനാ പറഞ്ഞത് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, പുറത്തിറങ്ങാം, ആദ്യം 10 ലക്ഷം രൂപ അതിങ്ങതാ. 10 ലക്ഷം രൂപയോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. അതെ, 10 ലക്ഷം രൂപ അതിങ്ങ് തന്നേക്ക്, ഞങ്ങൾ പോയേക്കാം. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, വെറുതെ നിങ്ങൾക്ക് ഞാനെന്തിനാ 10 ലക്ഷം രൂപ തരുന്നത്, മനസ്സിലായില്ല. വെറുതെ അല്ല, നിന്റെ അമ്മ സുരഭി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശാ, വാ തന്നെ എടുക്ക്. മമ്മി വാങ്ങിയ ക്യാഷോ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, നീ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നിന്റെ മമ്മി ക്യാഷ് വാങ്ങിച്ചു, അതുകൊണ്ടാണ് 2 പേരും ഇത്രയും കാലം ഇവിടെ സുഖിച്ച് ജീവിച്ചത്. എന്നാൽ ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കട്ടെ, മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഐശ്വര്യ. വേണ്ട, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, നിന്റെ മമ്മി മുങ്ങിയെന്ന് അയാൾ പറയുന്നു. എവിടെ വേണമെങ്കിലും നോക്ക്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നോക്ക്, മമ്മി നാട് വിട്ടു എന്നും അയാൾ പറയുന്നു. എൻ്റെ മമ്മി അങ്ങനെ ചെയ്യില്ല, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവില്ലെന്നും ഐശ്വര്യ പറയുന്നു. പിന്നെ മമ്മി എന്ന് വിളിക്കുകയാണ്. മമ്മി മുങ്ങിയ സ്ഥിതിക്ക് ഇനി 10 ലക്ഷം രൂപ തരേണ്ടത് നീയാണെന്നും അയാൾ പറയുന്നു. ഞാൻ എവിടുന്ന് രൂപ തരാനാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ പറ്റുമോ, എനിക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് അയാൾ വീണ്ടും പറയുന്നു. ഞാൻ ആരുടെയും ക്യാഷ് വാങ്ങിയിട്ടില്ല എന്ന് ഐശ്വര്യ വാശി പിടിക്കുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എല്ലാവരും പുറത്ത് പോയേ എന്ന് ഐശ്വര്യ. മോളെ, ഇത് സീനാവുമല്ലോ, 10 ലക്ഷം രൂപ തരാനില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞാൻ നിന്റെ ഒപ്പം കഴിയാമെന്ന് അയാൾ പറയുന്നു. നിന്റെ ഭർത്താവായിട്ടെന്നും അയാൾ പറഞ്ഞപ്പോൾ എന്താടാ പറയുന്നത് എന്ന് പറഞ്ഞ് അയാളെ അടിക്കാൻ കൈയോങ്ങുകയാണ് ഐശ്വര്യ. അയാൾ ആ
കൈ തടയുന്നു. നമുക്ക് എൻ്റെ വീട്ടിൽ പോകാൻ മോളെ എന്നും അയാൾ പറയുന്നുണ്ട്. നമുക്കവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാം, എന്നാ പോയാലോ എന്ന് അയാൾ പറയുന്നു. വീട് മാറി എന്ന് പറഞ്ഞ് ഐശ്വര്യ അയാളെ പിടിച്ച് തള്ളിയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ 3 പേരും കൂടി ഐശ്വര്യയെ തടയുകയാണ്. രക്ഷപ്പെടാൻ കഴിയാതെ നിൽക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ ഐശ്വര്യ അവരെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. പിന്നെയും ഐശ്വര്യ അവരെ വെടിച്ച് പോകാൻ തുടങ്ങുന്നു. ഐശ്വര്യയുടെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് അയാൾ. അങ്ങനെ ഐശ്വര്യ അവർ കൊണ്ടുപോകുന്നു. വണ്ടിയിലിരുന്ന് ഐശ്വര്യ ബഹളം കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഐശ്വര്യയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ റോഡരികിൽ നിർത്തി ചെന്ന് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വരാൻ അയാൾ ഡ്രൈവറോട് പറയുന്നുണ്ട്. ഐശ്വര്യയാണെങ്കിൽ വണ്ടിക്ക് അകത്ത് തന്നെയുണ്ട്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.